ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം വയനാട്ടുകാരുടെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്താണ് സംസ്ഥാന സർക്കാരും മത, സാമൂഹിക, സന്നദ്ധ, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുടെയും പല പദ്ധതികളും വാഗ്ദാനങ്ങളും കൊണ്ട് വയനാടുകാർക്ക്, പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബത്തിന് ഒരുപാട് ആശ്വാസ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മാസങ്ങൾ പലതും കഴിഞ്ഞപ്പോൾ ഇന്ന് അവരുടെ ജീവിത സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇന്നത്തെ ഈ മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മാസങ്ങൾക്കിപ്പുറം ഒരു ദുരന്ത മുഖത്ത് നിന്നും ഒരുപാട് നൊമ്പരക്കാഴ്ചകളും ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരുമാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെയും വിവിധ സംഘടനകളുടെയും വ്യക്തിത്വങ്ങളുടെയും എല്ലാം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസമായി തണലേകിക്കൊണ്ട് പല പദ്ധതികളും നടന്നു വരുന്നുണ്ട്. എന്നാൽ ആ ദുരന്തം വയനാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു വേദനയും ഒറ്റപ്പെടലുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. വയനാട്ടിലാകമാനം പൊട്ടി, എല്ലാം നഷ്ടപ്പെട്ടു, തകർന്നു എന്നുള്ള രീതിയിലുള്ള മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്താ പ്രചരണവും വയനാടിനെ ചെറുതായെങ്കിലും ഒറ്റപ്പെടുത്തുകയുണ്ടായി. ദുരന്തത്തിനിരയായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും അവരുടെ അന്നന്നത്തെ ജീവിതം തള്ളി നീക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഏതാനും ചില വാർഡുകളിൽ മാത്രം സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ ഒരു ജില്ലയെ ആകമാനം പുറകോട്ടടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് കുടുംബങ്ങൾ വീടിന് അർഹതയുണ്ടായിട്ടും അർഹതപ്പെട്ടവരുടെ ലിസ്റ്റിൽ വരാതെയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും യാതൊരു നഷ്ടപരിഹാരവും ലഭിക്കാതെയും വാടക വീടുകളിൽ താമസിക്കുന്നവർ വാടക കൊടുക്കാൻ വകയില്ലാതെയും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. രോഗിയായിക്കൊണ്ട് ചികിത്സക്ക് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതിലുപരി ഇതിനൊന്നും ഇരയാവാത്ത, എന്നാൽ ഇരയേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളായിട്ടുള്ള മേപ്പാടി പഞ്ചായത്തിലും മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലുമെല്ലാം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ടും പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തവരും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും മറ്റു വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൃഷി ആവശ്യത്തിനും എല്ലാം വിവിധ ബാങ്കുകളിൽ നിന്നും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഓൺലൈൻ ആപ്ലിക്കേഷനുകളിൽ നിന്നും എല്ലാം ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് ആ ഒരു തിരിച്ചടവ് നടത്താൻ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളാണ് ഇന്ന് നമുക്ക് മുൻപിൽ കാണപ്പെടുന്നത്. ലോൺ അടവിന് വേണ്ടി ബാങ്കിലെ ജീവനക്കാർ നിരന്തരം അതിന് ഇരയായവരെയും കുടുംബാംഗങ്ങളെയും വിളിച്ചുകൊണ്ട് മനപ്രയാസപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മുൻപിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ മേപ്പാടി പഞ്ചായത്തിലെ ഏതാനും ചില വാർഡുകളിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ദുരന്തത്തിന്റെ പേരിൽ തൊട്ടടുത്ത മൂപ്പനാട് പഞ്ചായത്തിലെ നിവാസികൾക്കും മേപ്പാടി പഞ്ചായത്തിലെയും മൂപ്പനാട് ഗ്രാമപഞ്ചായത്തിലെയും പിൻകോഡായിട്ടുള്ള 673 577 എന്ന നമ്പർ വരുന്ന അഡ്രസ്സുകളിൽ ഒരാൾക്ക് പോലും ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു ഓൺലൈൻ സംവിധാനങ്ങളിൽ നിന്നും യാതൊരുവിധ ലോണും അനുവദിക്കാതെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളെ പ്രയാസപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ ഒരു അവസരം വളരെ പ്രയാസപ്പെടുത്തുന്നതാണ്. സർക്കാർ സംവിധാനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം പ്രയാസം നേരിടുന്നവർക്ക് ആശ്വാസമായി അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിനും ലോൺ ഇടപാടുകൾ നടക്കുന്നതിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റു ജോലി ആവശ്യങ്ങൾക്കും ബിസിനസ് ചെയ്യുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള പണം ലഭിക്കുന്നതിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്ക്, തെറ്റായ നടപടികൾക്ക് നിയമ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആവശ്യമുള്ളവർക്ക് ലോൺ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ ചില കാര്യങ്ങളിൽ വീഴ്ച വരുന്നുണ്ട് എന്ന് ഉപഭോക്താക്കളിൽ നിന്ന് നമുക്ക് അനുഭവസ്ഥരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ദിവസങ്ങളായി വാടക മുടങ്ങുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ള ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ പല ജില്ലകളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നുമെല്ലാം ഈ സ്ഥലം സന്ദർശിക്കുന്നതിനു വേണ്ടി ഒരുപാട് ആളുകളാണ് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും നിയന്ത്രണം മൂലം ഒട്ടനവധി ആളുകൾക്ക് ആ സ്ഥലം കാണുവാനോ സന്ദർശിക്കുവാനോ അവിടെ സംഭവിച്ചിട്ടുള്ള ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്നും നിലവിലുണ്ട്. എന്നാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ടുള്ള ആ സ്ഥലം കാണുവാൻ വേണ്ടി വരുന്ന നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് അത് കാണുവാനുള്ള ഒരു അവസരം തുറന്നു കൊടുക്കുകയും അവരിൽ നിന്ന് ഒരു ടിക്കറ്റ് ചാർജ് ആയിക്കൊണ്ട് ഒരു എമൗണ്ട് സർക്കാർ തീരുമാനിക്കുകയും അവരിൽ നിന്ന് ലഭിക്കുന്ന ആ തുക ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ളവർക്ക് തന്നെ ഒരു പ്രത്യേക പാക്കേജ് വെച്ചുകൊണ്ടോ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടോ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ പുനരധിവാസ പദ്ധതികളിലേക്കോ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇവരുടെ പ്രയാസം മാറ്റിയെടുക്കാൻ നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയും നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെയും ഈ സന്ദർശനം കൊണ്ട് വരവ് കൊണ്ട് നമുക്ക് വലിയൊരു വരുമാനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ ഇത്തരത്തിലൊരു ടൂറിസം എന്ന് പറയുന്നില്ല, കാരണം വലിയൊരു ദുരന്ത ഭൂമിയിലേക്ക് അത് കാണുവാനും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാനൊക്കെ വരുന്ന ആളുകളിൽ നിന്ന് അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി തന്നെ ഒരു ഫണ്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫണ്ട് കളക്ഷൻ അവിടെ കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് വീടുകളെല്ലാം മാറി താമസിച്ചുകൊണ്ട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി ആ പ്രദേശത്തു നിന്ന് മാറിപ്പോയ ആളുകൾക്ക് തന്നെ അവരുടെ ഒരു
പഴയകാല ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ളൊരു അവസരം കൂടിയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാലാവസ്ഥ മോശമാകുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് വേണം ഇത്തരം കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനും കൃത്യമായിട്ടുള്ള സമയം നിശ്ചയിച്ചുകൊണ്ടും നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടും അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ആവശ്യമെങ്കിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുകാർക്ക് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള അതിന് ഇരയായിട്ടുള്ള അവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തികമായും മറ്റു പല പദ്ധതികൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് സർക്കാരിന് അവരുടെ കൈപിടിക്കാൻ, അവരോട് ചേർന്നു നിൽക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് എൻ്റെ ഒരു ആശയം മാത്രമാണ് ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ എൻ്റെ ആശങ്ക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ദുരന്തം നടന്നത് കാരണം വയനാട്ടുകാർക്ക്, പ്രത്യേകിച്ച് മേപ്പാടി മുപ്പിനാട് ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഒട്ടനവധി അവകാശങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ, സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ഉണ്ടാവണമേ എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ എൻ്റെ ഈ ഒരു അനുഭവം, എൻ്റെ ആഗ്രഹം, ഈ ഒരു ആശങ്ക ഞാനിവിടെ പങ്കുവെക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.